ജയിക്കുമെന്ന UDF അവകാശവാദം ഫണ്ട് പിരിവിനു വേണ്ടിയെന്ന് മുഹമ്മദ് റിയാസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന UDF അവകാശവാദം ഫണ്ട് പിരിവിനു വേണ്ടിയെന്ന് CPM നേതാവും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ്. ഈ പിരിവ് മെയ് 4 വരെ തുടരും. ഏപ്രിൽ 9 മുതൽ മെയ് 4 വരെ ഭരണപക്ഷം പോലെ UDF സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമെന്നും മുഹമ്മദ് റിയാസ് ആരോപിച്ചു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ അവകാശവാദത്തിന് പിന്നിലുള്ള പ്രധാന കാരണം ഫണ്ട് പിരിവാണ്. കഴിഞ്ഞ 10 കൊല്ലമായി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി LDF ഫണ്ട് പിരിച്ചതിനേക്കാൾ കൂടുതൽ UDF പിരിക്കും. ഏപ്രിൽ 9 മുതൽ മെയ് 4-നുള്ളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട UDF മെഗാ ഫണ്ട് കളക്ഷൻ നടത്തും. അതിന്റെ ഭാഗമായി ഇതാ വരുന്നു, അധികാരത്തിൽ കയറും, ജയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും മുഹമ്മദ് റിയാസ് പരിഹസിച്ചു. എന്നാൽ LDFന്റെ ഭരണം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ രീതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. 2021 വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന്റെ ഇടയിൽ ഇതുപോലെ UDF വിജയം ഉറപ്പിച്ചു. വകുപ്പ് വിഭജനം നടത്തി. ആര് ഏതൊക്കെ വകുപ്പ് എന്ന് നിശ്ചയിച്ചു. ആരൊക്കെ മന്ത്രിമാരാകണം എന്നൊക്കെ ചർച്ചകൾ വരെ നടത്തിയെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതേസമയം കേരളത്തിൽ LDF തുടർഭരണം നേടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 90-ൽ കൂടുതൽ സീറ്റുകൾ നേടി ഇടതുപക്ഷം അധികാരത്തിലെത്തും. 2016-2021 ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രതീക്ഷകൾ പങ്കുവച്ചത്.